മരിയൻ പ്രതിഷ്ഠാ ധ്യാനം 29-ാം ദിവസം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യേശു ഏകരക്ഷകനാണ് എന്ന വിശ്വാസത്യമാണ്. യേശു എന്ന പേരിന് ഹീബ്രു ഭാഷയിൽ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ്. വിശുദ്ധ യൗസേ പിതാവിന് നൽകപ്പെട്ട മംഗളവാർത്തയിൽ യേശുവാണ് മനുഷ്യരക്ഷകൻ എന്ന് മാലാഖയിലൂടെ ദൈവം തന്നെ പ്രസ്താവിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഗബ്രിയേൽ ദൂതൻ വഴി ദൈവം നൽകിയ സന്ദേശം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊണ്ട പത്രോസ് അപ്പസ്തോലൻ പിന്നീട് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. ജന്മന മുടന്തനായ ഭിക്ഷക്കാരന് യേശുവിൻ്റെ നാമത്തിൽ പത്രോസ് എഴുന്നേൽപ്പിച്ച് നടത്തിയ ശേഷം അതേ സംബന്ധിച്ച് വിചാരണ ചെയ്യപ്പെട്ടപ്പോൾ പത്രോസ് പറയുകയാണ്, പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി തീർന്ന കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. കാരണം നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അതിനു മുമ്പ് പത്രോസ് ഇപ്രകാരം ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനം മുഴുവൻ ഇതറിഞ്ഞിരിക്കട്ടെ. നിങ്ങൾ ക്രൂശിച്ചവനും മരിച്ചവരിൽ നിന്നും ദൈവം ഉയർപ്പിച്ചവനുമായ നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്, അതിൽ തന്നെയാണ് ഇവൻ ആരോഗ്യവാനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. തുടർന്ന് പത്രോസ് തീർത്ത് പറയുകയാണ്, മറ്റാരും രക്ഷയില്ല. ഈ പ്രഖ്യാപനത്തെ സംബന്ധിച്ച് കത്തോലിക്കാ സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം യുക്യാറ്റ് 72 ഇപ്രകാരം പ്രബോധിപ്പിക്കുകയാണ്. എല്ലാ മിഷണറിമാരും ജനങ്ങൾക്ക് നൽകിയ സന്ദേശം സാരാംശപരമായി ഇതാണ്: മറ്റാരിലും രക്ഷയില്ല, യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന്. അതായത് ക്രിസ്തുമതം നൽകുന്ന മുഖ്യ സന്ദേശം മനുഷ്യരക്ഷകൻ യേശുക്രിസ്തുവാണ് എന്നതത്രയും. ഈ സന്ദേശമാണ് യേശു ഏകരക്ഷകൻ എന്ന ഫോർമുലയായി സഭ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനർത്ഥം യേശുവിന് മാത്രമേ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ കഴിയൂ എന്നാണ്. ഈ സത്യം സംരക്ഷിക്കാൻ സഭ ഒരുപാട് ഞെരുക്കങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും മതമർദ്ദനങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നു. ലക്ഷോപലക്ഷം ക്രിസ്തു വിശ്വാസികൾക്ക് ജീവൻ വെടിയേണ്ടി വന്നു. രക്തസാക്ഷികളുടെ ഒരിക്കൽ അവസാനിക്കാത്ത നിര തന്നെ സഭയ്ക്ക് രൂപപ്പെട്ടു വന്നത് ഈശോയാണ് ഏകരക്ഷകൻ എന്ന സത്യം പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ്. തിരുസഭ ഏറ്റവും അധികം വിലമതിക്കുന്ന വിശ്വാസ രഹസ്യവും ഇതാണ്: യേശു ലോകത്തിൻ്റെ മുഴുവനും ജാതി മതഭേദമന്യേ എല്ലാവരുടെയും രക്ഷകൻ, ഏകരക്ഷകൻ യേശുക്രിസ്തുവാണ് എന്നതത്രയും. ഇത് മറ്റ് മതങ്ങളോടുള്ള ഒരു താരതമ്യത്തെക്കാളുപരി പരമമായ ഒരു സത്യത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. കാരണം ഒരു ദൈവമേ ഉള്ളൂ എന്നത് അനിഷേധ്യമായ യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ ആ സത്യത്തിൻ്റെ അനിവാര്യ ഫലമാണ് ഒരു രക്ഷകനേ ഉള്ളൂ എന്നത്. കാരണം രക്ഷ എന്നതിൻ്റെ പ്രഥമ അർത്ഥം പാപത്തിൽ നിന്നുള്ള വിടുതൽ, മോചനമാണ് എന്ന് ഗബ്രിയേൽ ദൂതൻ വഴി ദൈവം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1:21 അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേര് വിളിക്കണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ രക്ഷിക്കും. പാപങ്ങൾ രക്ഷിക്കുന്നവൻ യേശുവാണെന്ന് സ്വർഗം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എന്താണ് പാപം? കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1850 പഠിപ്പിക്കുന്നത് പാപം ദൈവത്തോടുള്ള ദ്രോഹമാണ് എന്നാണ്.
അങ്ങനെയെങ്കിൽ പാപം മോചിപ്പിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. കാരണം ദൈവത്തോടുള്ള ദ്രോഹമാണ്. യേശു മാത്രമാണ് ലോകത്തിലേക്ക് വന്ന ദൈവമെന്ന് വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ വിശുദ്ധ പാരമ്പര്യവും ഒന്നുപോലെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മറ്റ് മതസ്ഥാപകരും ആചാര്യന്മാരും തീർച്ചയായിട്ടും മനുഷ്യർക്ക് നല്ല മാർഗം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, സത്യത്തിൻ്റെ വഴി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം മനുഷ്യർ മാത്രമായിരുന്നു. യേശു മാത്രമാണ് സത്യദൈവം. അതിനാൽ മനുഷ്യരെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്നുള്ളത് വെറും മാനുഷിക യുക്തി തന്നെയാണ്. ഇത് യുക്തി പഠിപ്പിക്കുന്നതിനേക്കാളുപരി വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നു. യേശുവാണ് മനുഷ്യരുടെ രക്ഷകൻ. ഈ തിരിച്ചറിവ് ലഭിച്ചപ്പോഴാണ് ഒരു കാലത്ത് യേശുവിനെതിരെ പലതും ചെയ്യേണ്ടതുണ്ട് എന്നും പറഞ്ഞ് സഭയെ പീഡിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന താർസോസുകാരനായ സാവൂൾ പിന്നീട് ഇങ്ങനെ പറഞ്ഞത് അപ്പോസ്തലർ പ്രവൃത്തി 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശുവിനെതിരെ ജീവിതം മുഴുവനും തന്നെയും ചെലവഴിച്ചു തീർത്ത സാവൂൾ യേശുവിനെ തിരിച്ചറിഞ്ഞ ശേഷം വീണ്ടും പറയുകയാണ്, റോമാലേഖനം 10:9 ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവർ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടും. മാറ്റമില്ലാത്ത, സഭ ഒരിക്കലും വെള്ളം ചേർക്കാത്ത ഈ സത്യപ്രബോധനമാണ് വത്തിക്കാനിലെ വിശ്വാസകാര്യ മന്ത്രാലയം 2000 ഓഗസ്റ്റ് 6 പുറപ്പെടുവിച്ച ഡോമിനൂസ് യേശു എന്ന രേഖയിലൂടെ ഈ ആധുനിക കാലത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. ആ രേഖയിൽ ഇപ്രകാരം പറയുകയാണ്, ഓരോ വ്യക്തിക്കും മനുഷ്യവംശം മുഴുവനും വെളിപാടും ദൈവിക ജീവനും നൽകാൻ, അതായത് രക്ഷ നൽകാൻ, മനുഷ്യനായി ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്ന് ആദ്യകാല വിശ്വാസികളുടെ സമൂഹം തിരിച്ചറിഞ്ഞു. ഇത്രയും പറഞ്ഞ ശേഷം വിശ്വാസകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ആ രേഖയിൽ എടുത്തു പറയുകയാണ്, യേശു ക്രിസ്തുവിനുള്ള പ്രാധാന്യവും മൂല്യവും അനന്യമാണ്, ഏകമാണ്, അവിടത്തേക്ക് മാത്രമുള്ളതാണ്, മറ്റുള്ളവരെ ഒഴിവാക്കുന്നതാണ്, സാർവത്രികവും കേവലവുമാണ്. അപ്പോൾ പത്രോസിൻ്റെ അധരത്തിലൂടെ സഭ ആദ്യം പ്രഖ്യാപിച്ച ആ സത്യം, യേശുവാണ് ഏകരക്ഷകൻ എന്ന വിശ്വാസത്യം 20 നൂറ്റാണ്ടുകളായി സഭ അവിരാമം ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആധുനിക കാലത്തും ആ വിശ്വാസത്തെ ചിലയിടങ്ങളിൽ ചോദ്യം ചെയ്തപ്പോഴും ഡോമിനൂസ് യേശു എന്ന രേഖ വഴി 2000 ഓഗസ്റ്റ് 6 സഭ വീണ്ടും ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്, യേശു ക്രിസ്തുവാണ് ഏകരക്ഷകൻ. ഈ ആമുഖ ചിന്തകളോടെ നമുക്ക് ഇന്നത്തെ വിജയദിനത്തിലേക്ക് പ്രവേശിക്കാം. ആമുഖം: ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മർമ്മമാണ് യേശു ഏകരക്ഷകനാണ് എന്നത്. അജ്ഞത മൂലം ചില ക്രൈസ്തവർ പോലും സംശയിക്കുന്ന ഈ വിശ്വാസത്തെക്കുറിച്ച് മരിയൻ പ്രതിഷ്ഠ നടത്താൻ ഒരുങ്ങുന്ന നമുക്ക് വ്യക്തമായ ബോധ്യം ആവശ്യമുണ്ട്. യേശു ഏകരക്ഷകൻ ബൈബിളിൻ്റെയും സഭയുടെ വ്യക്തമായ പ്രബോധനത്തിൻ്റെയും വെളിച്ചത്തിൽ വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ സമ്പൂജ്യമായ പാരമ്പര്യവും ഒന്നുപോലെ പഠിപ്പിക്കുന്നത് യേശുവാണ് ഏകരക്ഷകൻ എന്നത്രയും. അപ്പോസ്തലർ പ്രവൃത്തി 4:11-12 വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു, ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യൻ്റെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. സഭ ആധുനിക ലോകത്തിൽ എന്ന 2 വത്തിക്കാൻ സൂനകദോസിൻ്റെ സുപ്രധാന രേഖയുടെ 45 ഖണ്ഡികയിൽ സഭ എന്നേക്കുമായി ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, ആരുമൂലം എല്ലാം സൃഷ്ടിക്കപ്പെട്ടുവോ ആ ദൈവവചനം മാംസമായി അത് പരിപൂർണ മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ മനുഷ്യരെയും രക്ഷിക്കാനായിരുന്നു. മനുഷ്യചരിത്രത്തിൻ്റെ ലക്ഷ്യവും ചരിത്രത്തിൻ്റെയും നാഗരികതയുടെയും പ്രത്യാശകളുടെ കേന്ദ്ര ബിന്ദുവും ക്രിസ്തുവാണ്. മനുഷ്യവംശത്തിൻ്റെ കേന്ദ്രവും എല്ലാ ഹൃദയങ്ങളുടെയും ആനന്ദവും
അഭിലാഷപൂർത്തിയും അവിടുന്ന് തന്നെ. വിശുദ്ധ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 389 ഖണ്ഡികയിൽ അസന്നിഗ്ധമായ സഭ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: യേശു സർവ മനുഷ്യരുടെയും രക്ഷകനാണ്. എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. ക്രിസ്തുവിലൂടെ എല്ലാവർക്കും രക്ഷ നൽകപ്പെടുന്നു. സർവ മനുഷ്യരുടെയും രക്ഷകൻ യേശുവാണ് എന്ന കത്തോലിക്ക സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലെ ഈ പ്രസ്താവന അതീവം പ്രാധാന്യമർഹിക്കുന്നതാണ്. ഈ സത്യം അറിയാത്തവരും അംഗീകരിക്കാത്തവരും പോലും രക്ഷ പ്രാപിക്കുന്ന യേശുവിലൂടെയാണ് എന്നാണ് ഇതിലൂടെ സഭ സംശയലേശമന്യേ പഠിപ്പിക്കുക. മറ്റ് ഗുരുക്കന്മാരും ആചാര്യന്മാരും രക്ഷയിലേക്കുള്ള വഴികൾ പഠിപ്പിക്കുമ്പോൾ യേശു രക്ഷയാണ്. യേശു രക്ഷ പ്രദാനം ചെയ്തു. യേശുവിന് 5 നൂറ്റാണ്ടുകൾ മുമ്പ് ജീവിച്ച ശ്രീബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു: കരുണയുടെ രാജാവ് വരാനിരിക്കുന്നു. അവിടുന്നായിരിക്കും രാജാക്കന്മാരുടെ രാജാവ്, പ്രഭുക്കന്മാരുടെ പ്രഭു. അവിടുന്ന് എല്ലാ മനുഷ്യ ഹൃദയങ്ങളെയും അറിയുന്നു. അവിടുന്ന് മാലാഖമാരുടെയും മനുഷ്യരുടെയും രാജാവായിരിക്കും. അവിടുത്തേക്കാൾ ശ്രേഷ്ഠനായി മറ്റാരുമില്ല. മരിയൻ പ്രതിഷ്ഠയ്ക്കുള്ള അനിവാര്യ വ്യവസ്ഥ യേശു ഏകരക്ഷകൻ എന്ന വിശ്വാസം. ഈശോയിലല്ലാതെ മറ്റാരിലെങ്കിലും മറ്റ് എന്തിലെങ്കിലും രക്ഷ ഉണ്ടെന്ന് നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിന് നമ്മുടെ ജീവിതം സമ്പൂർണ്ണ അർപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അതിനാൽ മരിയൻ സമർപ്പണം നടത്തുന്നതിന് മുമ്പ് യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന വിശ്വാസ സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ ഉറപ്പിക്കണം. വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എന്നത് ഇവിടെ പ്രത്യേകം ധ്യാന വിഷയമാക്കേണ്ടതാണ്. മതവർത്തന കാലത്തും സംരക്ഷിക്കപ്പെട്ട വിശ്വാസ സത്യം. അപ്പോസ്തലന്മാരുടെ കാലം മുതൽ സന്നിഗ്ധമായി സഭ പഠിപ്പിച്ചു പോരുന്ന ഈ നിത്യസത്യം ക്രിസ്തുവർഷം 313 മിലാൻ വിളംബരം വരെയുള്ള അത്യുഗ്ര മതമർദ്ദന കാലത്തും രക്തസാക്ഷിത്വം വരിച്ചുപോലും വിശ്വാസികൾ ഏറ്റുപറഞ്ഞിരുന്നു. റോമൻ ചക്രവർത്തിയെ അല്ലാതെ മറ്റാരെയെങ്കിലും ദൈവമായി ആരാധിക്കുന്നവരെ നിഷ്ഠൂരമായി വധിക്കുക എന്നതായിരുന്നു അന്നത്തെ റോമൻ സാമ്രാജ്യത്തിലെ നിയമം. അങ്ങനെയുള്ളവരെ ജീവനോടെ ഇരുമ്പ് ചൂളയിൽ പൊരിക്കുക, അറക്കവാളിന് അറുത്ത് 2 പിളരുക, തീപ്പന്തങ്ങളായി കത്തിക്കുക, സിംഹക്കൂട്ടിലേക്ക് എറിയുക തുടങ്ങിയ അതികിരാത പീഡനമുറകൾ വഴിയാണ് പീഡിപ്പിച്ച് ക്രൈസ്തവരെ വധിച്ചിരുന്നത്. ചരിത്രകാരന്മാരുടെ വിവരണമനുസരിച്ച് ഏകദേശം അനുദിനം 30,000 ക്രൈസ്തവരാണ് യേശുവാണ് രക്ഷകൻ എന്ന് പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ഇപ്രകാരം രക്തസാക്ഷികളായത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി സഹിക്കുന്ന ഈ സമയത്ത് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലായ ഒരു ആനന്ദം ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും അനുഭവിച്ചിട്ടില്ല എന്ന് സസന്തോഷം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യേശു ആണ് ഏകരക്ഷകൻ എന്ന് സധൈര്യം ഏറ്റുപറഞ്ഞ് അവർ മരണമടഞ്ഞത്. ആധുനിക സഭാപ്രബോധനം യേശുവിൻ്റെ ഏകരക്ഷക സ്ഥാനം ഉറപ്പിച്ചേറ്റ് പറയുന്നു. തുടർന്നുള്ള സഭാചരിത്രത്തിലെ ഓരോ ഘട്ടവും മാറ്റമില്ലാത്തതും ഇടമുറിയാതെ തുടരുന്നതുമായ ഈ സത്യവിശ്വാസ പ്രഖ്യാപനത്തിന് സാക്ഷ്യം വഹിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും കാതലായ ഈ സത്യത്തിൽ വിശ്വാസ സംരക്ഷണത്തിന് ചുമതലപ്പെട്ടവർ പോലും വെള്ളം ചേർക്കാൻ ശ്രമിച്ചപ്പോൾ സത്യത്തിൻ്റെ തൂണും കോട്ടയുമായ തിരുസഭ ഈ ആധുനിക കാലത്ത് പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമാണ്. ഡോമിനുസ് യേശു അഥവാ കർത്താവായ ക്രിസ്തു എന്ന വിശ്വാസകാര്യ മന്ത്രാലയത്തിൻ്റെ 2000 ആണ്ട് ഓഗസ്റ്റ് 6 പുറപ്പെടുവിച്ച തിരുവെഴുത്തിൻ്റെ 15ാമത്തെ ഖണ്ഡികയിലാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതിപ്രകാരമാണ്: ഓരോ വ്യക്തിക്കും മനുഷ്യവംശം മുഴുവനും വെളിപാടും ദൈവിക ജീവനും അഥവാ രക്ഷ നൽകാൻ മനുഷ്യനായി ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ അവിടത്തേക്ക് മാത്രമേ കഴിയൂ എന്ന് ആദ്യകാല വിശ്വാസികളുടെ സമൂഹം തിരിച്ചറിഞ്ഞു. യേശു ക്രിസ്തുവിനുള്ള പ്രാധാന്യവും മൂല്യവും അനന്യമാണ്, ഏകമാണ്, അവിടത്തേക്ക് മാത്രമുള്ളതാണ്, മറ്റുള്ളവരെ ഒഴിവാക്കുന്നതാണ്, സാർവത്രികവും കേവലവുമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ സർവപ്രകാരേണയും നാമാവശേഷമാക്കാൻ ശ്രമിച്ച യഹൂദ മതാംഗങ്ങളും തനി വിഗ്രഹാരാധകരായിരുന്ന വിജാതീയരുമായിരുന്നു ആദ്യകാല വിശ്വാസികളുടെ സമൂഹാംഗങ്ങൾ. അവർക്ക് പോലും സംശയരഹിതമായി ബോധ്യപ്പെട്ട സത്യമാണ്
യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് ഈ പ്രബോധത്തിൻ്റെ കീഴിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഔദ്യോഗിക പഠനം. മറ്റ് മതങ്ങളോട് ക്രിസ്തീയ വിശ്വാസത്തിന് വൈരുദ്ധ്യമുണ്ടെന്ന് മേൽ പറഞ്ഞതിൽ നിന്നും വരുന്നില്ല. മറിച്ച് മറ്റ് മതങ്ങളിലുള്ള സത്യവും വിശുദ്ധവുമായ ഘടകങ്ങൾ യേശുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അവയുടെ സാക്ഷാൽ ഉറവിടം യേശുക്രിസ്തു തന്നെയാണെന്നും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വ്യക്തമാക്കുന്നുണ്ട്. അക്രൈസ്തവ മതങ്ങൾ എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ രേഖയുടെ രണ്ടാമത്തെ ഖണ്ഡികയിൽ നിന്ന് പഠിപ്പിക്കുന്നത് അതിപ്രകാരമാണ്: മറ്റു മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ ഒന്നും കത്തോലിക്ക സഭ തിരസ്കരിക്കുന്നില്ല. കാരണം സർവ്വ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ആ നിത്യസത്യത്തിൻ്റെ രശ്മി അവയിൽ പ്രതിബിംബിക്കുന്നുണ്ട്. സഭയാകട്ടെ ഇടവിടാതെ വഴിയും സത്യവും ജീവനുമായി മിശിഹായെ പ്രഘോഷിക്കാൻ അവൾ കടപ്പെട്ടിരിക്കുന്നു. ഈ ഔദ്യോഗിക സഭാപ്രബോധനം വ്യക്തമാക്കുന്നത് മറ്റ് മതങ്ങളോട് ആദരവിലും ഇതര മതവിശ്വാസികളോട് വലിയ സൗഹാർദ്ദത്തിലുമാണ് ക്രൈസ്തവർ വ്യാപരിക്കേണ്ടതെന്നും, എന്നാൽ അതേസമയം യേശുവിൻ്റെ പരമോന്നത സ്ഥാനം അവർ നിർവിശങ്കം ഏറ്റുപറയണം എന്നും തന്നെയാണ്. സർവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ കുരിശുമരണത്താൽ യേശു എല്ലാവരെയും രക്ഷിച്ചു. യേശുക്രിസ്തു മനുഷ്യപരിത്രാണം സാധിച്ചത് സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിനായുള്ള അവിടുത്തെ പീഡാസഹനവും മരണവും വഴിയത്രേ. ഇക്കാര്യം ആദിമവിശ്വാസികളോട് പത്രോസ് ഏറ്റു പറയുന്നുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ഇത് ആദിമവിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ കാലത്തുമുള്ള സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള മുഖ്യ സന്ദേശമാണ്, രക്ഷയുടെ സന്ദേശമാണ്. പത്രോസ് പറയുകയാണ്: നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന ആടുകളെപ്പോലെ ആയിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം രക്ഷയെപ്പറ്റി പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. 1992 ഖണ്ഡികയിൽ സജീവവും വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിവസ്തുവായി തന്നെ യേശു കുരിശിൽ അർപ്പിക്കുകയും തൻ്റെ രക്തം എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ഉപകരണമാക്കുകയും ചെയ്തു. ആ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഫലമായി നമുക്ക് ലഭിച്ചതാണ് നീതിമത്കരണം. വിശ്വാസത്തിൻ്റെ കൂദാശയായ മാമോദീസായിലൂടെ നീതിമത്കരണം നൽകപ്പെടുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നൽകുന്ന ഈ പ്രബോധനത്തിലൂടെ സ്പഷ്ടമാക്കിയിരിക്കുകയാണ്, എല്ലാ മനുഷ്യരുടെയും, ക്രൈസ്തവരുടെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും പാപപരിഹാരത്തിനുള്ള ഉപകരണമായത് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തമാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകപ്പെടുന്നത് യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവുമാണ്. യേശു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് ഈ പ്രബോധനം സ്പഷ്ടമായി പഠിപ്പിക്കുകയാണ്. മരിയൻ പ്രതിഷ്ഠ, ലഭിച്ച രക്ഷയോടുള്ള പ്രത്യുത്തരം. എനിക്ക് രക്ഷ നേടുത്തുവാനായി വളരെ വലിയ വിലയാണ് യേശു കൊടുത്തത്. അവിടുത്തെ ജീവൻ തന്നെയാണ് മോചന ദ്രവ്യമായി സമർപ്പിക്കപ്പെട്ടത്. ഈ തിരിച്ചറിവാണ് എൻ്റെ ജീവിതം മുഴുവനും യേശുവിന് കൊടുക്കാൻ എന്നെ നിർബന്ധിക്കുന്നത്. ഇപ്രകാരം ഞാൻ എന്നെ തന്നെ യേശുവിന് സമർപ്പിക്കുന്ന വഴിയായി അവിടുത്തെ മരണത്താൽ അവിടുന്ന് എനിക്ക് വേണ്ടി നേടിയ രക്ഷ ഞാൻ പൂർണ്ണമായി സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ ഉപദേശം. യഥാർത്ഥ മരിയഭക്തി 85 ഖണ്ഡിക. ആകയാൽ നമുക്കും വിശുദ്ധ ബെർണാർഡിനോടുകൂടെ പറയാം, നമ്മുടെ മധ്യസ്ഥൻ്റെ പക്കൽ നമുക്ക് വേറൊരു മധ്യസ്ഥൻ ആവശ്യമാണെന്ന്. ഈ ദൗത്യത്തിന് അർഹയായി മറിയം മാത്രമേയുള്ളൂ. അവൾ വഴിയാണ് ക്രിസ്തു നമ്മുടെ പക്കൽ വന്നത്. അവൾ വഴി തന്നെ വേണം നാം അവിടുത്തെ സമീപിക്കാനും. ദൈവമായ ക്രിസ്തുവിനെ നേരിട്ട് സമീപിക്കാൻ നാം ഭയപ്പെടുന്നെങ്കിൽ അവിടുത്തെ അനന്ത മഹത്വമോ
നമ്മുടെ ഹീന അവസ്ഥയോ പാവമോ എന്തുമായിക്കൊള്ളട്ടെ നമ്മെ തടസ്സപ്പെടുത്തുന്നത്, നമ്മുടെ മാതാവായ മറിയത്തെ സമീപിച്ച് അവളുടെ മാധ്യസ്ഥ്യവും സഹായവും നമുക്ക് അപേക്ഷിക്കാം. അവൾ നല്ലവളാണ്, കരുണാർദ്രയാണ്. കാർക്കശ്യമോ വിലക്കുകളോ അനന്തമായ ഔന്നത്യമോ പ്രതാപമോ അവളിൽ ഇല്ല. നമ്മുടേതുപോലുള്ള മനുഷ്യപ്രകൃതിയാണ് അവളിൽ നാം കാണുന്നത്. നമുക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടെയും അവളുടെ പക്കൽ അണയാം. ബലഹീനരായ നമ്മെ തൻ്റെ ഉജ്ജ്വല പ്രകാശത്താൽ അന്ധരാക്കുന്ന സൂര്യനല്ല അവൾ. ചന്ദ്രനെപ്പോലെ മഞ്ജുളയും മൃദുലയുമാണവൾ. മധ്യാഹ്ന സൂര്യൻ്റെ ഉഗ്രപ്രകാശം സ്വീകരിച്ച് അതിനെ നമ്മുടെ പരിമിതമായ ശക്തിക്ക് അനുരൂപമാക്കി നൽകുക, അതാണ് മറിയം ചെയ്യുന്നത്. തന്നിൽ ആശ്രയിക്കുന്ന ആരെയും, അവർ മഹാപാപികൾ തന്നെ ആയിരുന്നാലും, സ്നേഹനിർഭരയായ ആ മാതാവ് തിരസ്കരിക്കുകയില്ല. ആധ്യാത്മിക വായന. നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലേക്ക്, മനുഷ്യരക്ഷകനായ ക്രിസ്തുവിലേക്ക്, അവിടുത്തെ പക്കലേക്ക് മാത്രം നോക്കാൻ നാം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവപുത്രനായ അങ്ങിലല്ലാതെ മറ്റാരിലും രക്ഷയില്ല. പത്രോസ് പറഞ്ഞത് ആവർത്തിച്ചുകൊണ്ട് നമുക്കും പറയാം, കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലുണ്ടല്ലോ. മനുഷ്യരക്ഷകൻ എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ ജോൺ ബുള്ളണ്ടൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്ന 7ാമത്തെ ഖണ്ഡികയിൽ നിന്നുള്ള ഭാഗമാണിത്. ഫ്രാൻസിസ് പാപ്പായുടെ സുവിശേഷത്തിൻ്റെ ആനന്ദം, എവാഞ്ചലി ഗൗദിയും എന്ന അപ്പസ്തോലിക രേഖയുടെ 3ാമത്തെ ഖണ്ഡികയിൽ നിന്നാണ് ഇനി വായിക്കുന്നത്. ഇന്ന് തന്നെ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടൽ നവീകരിക്കാൻ എല്ലായിടത്തുമുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും ഞാൻ ക്ഷണിക്കുന്നു. കുറഞ്ഞ പക്ഷം തങ്ങളെ കണ്ടുമുട്ടാൻ അവിടത്തെ അനുവദിക്കുന്നതിനുള്ള തുറവെങ്കിലും ഉണ്ടാകണം. ഓരോ ദിവസവും മുടങ്ങാതെ അവിടുത്തെ തേടാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഈ ക്ഷണം തന്നെ സംബന്ധിച്ചതല്ലെന്ന് ആരും വിചാരിക്കരുത്. എന്തെന്നാൽ കർത്താവ് കൊണ്ടുവന്ന സന്തോഷത്തിൽ നിന്ന് ആരും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഈ സാഹസിക കർമ്മം ചെയ്യുന്നവരെ കർത്താവ് നിരാശപ്പെടുത്തുകയില്ല. യേശുവിലേക്ക് അടുക്കാൻ നാം ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടുന്ന് കൈകൾ വിരിച്ച് നമ്മെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുവെന്ന്. യേശുവിനോട് ഇങ്ങനെ പറയുവാനുള്ള സമയമാണിത്. കർത്താവെ, വഞ്ചിക്കപ്പെടാൻ ഞാൻ സ്വയം അനുവദിച്ചുപോയി. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഞാൻ 1000 തരത്തിൽ ഓടിയൊളിച്ചു. എന്നാലും അങ്ങുമായുള്ള എൻ്റെ ഉടമ്പടി പുതുക്കാൻ ഞാൻ ഒരിക്കൽ കൂടി അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. കർത്താവെ, ഒരിക്കൽ കൂടി എന്നെ രക്ഷിക്കണമേ. അവിടുത്തെ രക്ഷാകരമായ ആശ്ലേഷത്തിലേക്ക് ഒരിക്കൽ കൂടി എന്നെ സ്വീകരിക്കണമേ. പ്രാർത്ഥന. കർത്താവായ യേശുവേ, അങ്ങാണ് ഏകരക്ഷകനെന്ന് ഞാൻ വിശ്വസിച്ചേറ്റ് പറയുന്നു. പിതാവ് തൻ്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചുവെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഞങ്ങളത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന ആദിമസഭയുടെ വിശ്വാസം ഞാനും ഏറ്റുപറയുന്നു. മറ്റാരിലും രക്ഷയില്ല എന്ന സത്യവിശ്വാസം ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുനാഥ, ലോകരക്ഷകനായ അങ്ങയെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രഘോഷിക്കാൻ എന്നെ ധൈര്യപ്പെടുത്തണമേ. വലിയ വില കൊടുത്ത് നീ എനിക്ക് നേടിത്തന്ന രക്ഷ തിരസ്കരിക്കാൻ എനിക്കിടയാക്കല്ലേ. എൻ്റെ രക്ഷക, നിനക്കെൻ്റെ ജീവിതം തിരിച്ചു തരാൻ എന്നെ ഒരുക്കണമേ. പരിശുദ്ധ കന്യക മറിയം വഴി എന്നെ എന്നേക്കുമായി നിനക്ക് സമർപ്പിക്കുവാൻ എന്നെ ഉദാരമതിയാക്കണമേ. ഞാനും എനിക്കുള്ളതും നിനക്കുള്ളതാകട്ടെ. ആമേൻ. എന്നെയും എനിക്കുള്ളവയും സന്തോഷപൂർവ്വം മറിയം വഴി അങ്ങേക്ക് തരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. സൽകൃത്യം. ദുർമാർഗത്തിൽ ചരിക്കുന്ന ഒരാളോട് യേശു രക്ഷിക്കുമെന്ന് പറയുക.